സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100-ാം വാർഷിക മഹാസമ്മേളനം 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് നടക്കും. 100-ാം വാർഷിക മഹാസമ്മേളനത്തിന് 10,000 അംഗ സ്വാഗത സംഘത്തിന് രൂപം നൽകി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറംഗങ്ങളും പോഷക സംഘടനകളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരും പങ്കെടുത്ത കൺവെൻഷനിലാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. കോഴിക്കോട് നടന്ന സ്വാഗത സംഘ രൂപീകരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം ഉഹ്റവിയാവുന്ന പണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ആളുകൾ, തികച്ചും അള്ളാഹുവിൻ്റെ അലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ അനന്തരവകാശികളാവണമെന്നുണ്ടെങ്കിൽ അവരിൽ അമ്പിയാക്കന്മാരിലുള്ള വിലായത്തിൻ്റെ സ്വഭാവം ഇവരിലുണ്ടാവണം. അതാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്ത് പൂർണ്ണമായിട്ടുള്ളവരായിരുന്നു അന്നത്തെ മഹാന്മാരാകുന്ന നമ്മുടെ പണ്ഡിതന്മാരും. അപ്പോൾ ആ സ്വഭാവത്തിലുള്ളതായ മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാരും സാധാത്തുക്കളും മറ്റ് ആവശ്യമുള്ള ആളുകളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു പണ്ഡിത സംഘടന അവിടെ ആവശ്യമാണെന്ന് അവർ മനസ്സിലായി. അതിവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ തടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശക്തമാവുന്ന ഒരു പ്രതിരോധം, പണ്ഡിത കൂട്ടായ്മകൾ ഉണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതായ, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതോടുകൂടെ ഈ ഇന്ത്യ രാജ്യത്തെ മതസൗഹാർദ്ദവും മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദവും മറ്റുള്ള സ്നേഹവും മനുഷ്യന്മാരോടും മൃഗങ്ങളോടും വസ്തുക്കളോടൊക്കെ ഉള്ള ഇപ്പോൾ പരിസ്ഥിതിയിലൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു പുതിയ സംഗതിയല്ല. അതൊക്കെ വിശുദ്ധമായ ഇസ്ലാം അതിലേക്കൊക്കെ ആധികാരികമായി കടന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്ലാം അത് ആരോഗ്യകരമായ കാര്യങ്ങളാണെങ്കിൽ വിദ്യാഭ്യാസപരമായ എല്ലാ വിദ്യാഭ്യാസവും ശരീഅത്ത് എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസവും അങ്ങനല്ലേ. ആദരവിക്ക് എല്ലാ വിദ്യാഭ്യാസവും അള്ളാഹു നൽകിയെന്നല്ലേ. എല്ലാ ടെക്നോളജിയും ആദരബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു. ആദരബിൻ്റെ സന്താനങ്ങൾ അത് പല നിലക്ക് ഉപയോഗിച്ചു. അമ്പിയാക്കന്മാർ വേറെ നിലക്ക് ഉപയോഗിച്ചു, ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരുടെ ആ തുടർച്ചയായിക്കൊണ്ട് ആ മാർഗത്തിൽ തന്നെ ഉപയോഗിച്ചു. ശാസ്ത്രജ്ഞന്മാർ വേറെ മാർഗത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ അത് ഭൗതികമാവുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ തന്നെ വികസിപ്പിച്ചെടുത്തു. അള്ളാഹുവിൻ്റെ അമ്പിയാവും ഔലിയാവും ഒക്കെ അത് ആത്മീയമാവുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വികസിപ്പിച്ചെടുത്തു. ഇതേ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ നിലക്ക് എല്ലാ വിദ്യാഭ്യാസത്തിനെയും, ശരീരത്തിനെതിരല്ലാത്ത എല്ലാ വിദ്യാഭ്യാസത്തിനെയും, മനുഷ്യർക്ക് ആവശ്യമാവുന്ന എല്ലാ അറിവുകളെയും പ്രചരിപ്പിക്കുക, അതിനുവേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം തന്നെയാണ്. ആരോഗ്യവും സംസ്കാരവും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സംഘടനയുടെ 100-ാം വാർഷികം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു വർഷം ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ഫെബ്രുവരി 6-ാം തീയതി 6, 7, 8 പ്രധാനപ്പെട്ട അതിൻ്റെ സമ്മേളനം. മറ്റ് 4, 5 പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് ക്യാമ്പുകളാണ്. അപ്പോൾ പഠന ക്ലാസ്സുകൾ പല വിഷയങ്ങളെ സംബന്ധിച്ചു സുന്നി ആശയത്തിനെ പറ്റി പഠിപ്പിക്കുക, ഇസ്ലാമിന് എതിരിൽ വരുന്നതായ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനെ സാമ്പത്തികവും മറ്റുള്ള ആരോഗ്യം ഇതിന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലേക്കും അതിന് പ്രത്യേകമാവുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ വായിക്കണില്ല. അതിന് അടിസ്ഥാനത്തിൽ 2-3 ദിവസങ്ങളിലായിട്ട് ക്യാമ്പുകൾ. അപ്പം 2026 ഫെബ്രുവരി 4, 5, 6, 7, 8 ദിവസങ്ങളിലാണ്. പക്ഷേ അതിൻ്റെ തുടക്കം 6-ാം തീയതി തുടക്കം നമ്മൾ 6-ാം തീയതി അത് 8-ാം തീയതി 4-ന് ഉദ്ഘാടന സമ്മേളനം നടക്കും അല്ലേ. അപ്പം 4-ന് ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടും. പക്ഷേ അതിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ക്യാമ്പുകളും 14-ഓളം ഉപസംഘടനകളും. ഈ ഉപസംഘടനകൾക്ക് കുറേ ഉപസംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി പരിഗണിക്കാൻ പറ്റില്ല. ഈ 14 ഉപസംഘടനകളോട് ബന്ധപ്പെട്ടതായ സമ്മേളനങ്ങളും ഈ ദിവസങ്ങളിലായി കൊണ്ട് നടത്തപ്പെടും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ മുഷാവറയിൽ 2026 ഫെബ്രുവരി 4, 5, 6, 7, 8 ദിവസങ്ങളിലായി കൊണ്ടിട്ട് ഈ സമ്മേളനം നടത്തപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സമ്മേളനത്തിൻ്റെ സ്ഥലമാണ്. അത് കാസർഗോഡ് കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2-3 പ്രാവശ്യം മഹാന്മാരാകുന്ന ഉസ്താദന്മാരും മറ്റും പോയി നോക്കി. അവിടെ കുനിയ ഇബ്രാഹിം ഹാജി പറഞ്ഞിട്ടൊരാളുണ്ട്.
അദ്ദേഹം അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഉസ്താദും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ആവശ്യമുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഗ്രൗണ്ട് ശരിയാക്കണം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചെയ്തു തരിക തന്നെ ചെയ്യും. മറ്റൊന്ന് ഇതാണ് അതിൻ്റെ സമ്മേളന നഗരിയുടെ പേര്. അത് കുറേ ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്തു അവസാനം തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട വഴക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരമാണ്. പക്ഷെ അതോടുകൂടി ബഹുമാനപ്പെട്ട ശേഖനാ സംശുലമ, അത് നമ്മളെ ഒരു ആവേശപൂരിയാണ്, നമ്മളൊക്കെ എപ്പോഴും ബന്ധപ്പെട്ടതായതുകൊണ്ട് അവരെ പ്രത്യേകം പരിഗണിച്ചു കൊണ്ടിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടം, മുഖ്യ കവാടം, ആ ഗേറ്റിലേക്ക് സംശുലമയുടെ പേര് നൽകാൻ തീരുമാനിച്ചു. പിന്നെ പ്രമേയം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെയാണ്. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മൾ സ്വീകരിച്ചു പോകുന്ന ആദർശ വിശുദ്ധി അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നൂറ്റാണ്ടിലേക്കും അത് കൈമാറ്റം ചെയ്യാണ്. രാവിലെ ചേർന്ന സമസ്ത കേന്ദ്ര മുഷാവറ യോഗം സമ്മേളന സ്ഥലം, പ്രമേയം, ലോഗോ എന്നിവ നിർണ്ണയിക്കുകയും സ്വാഗത സംഘ രൂപീകരണ കൺവെൻഷനിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് സമ്മേളന പ്രമേയം. പ്രമേയത്തിന്റെ ലോഗോയും പ്രകാശനം ചെയ്തു. സമസ്ത വൈസ് പ്രസിഡന്റ് UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ സ്വാഗതവും K ഉമർ ഫൈസി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. waytonikah.com, the exclusive Muslim matrimonial site.